സുരേഷ് ഗോപി ഇത്തവണ MP ആയിട്ട് തൃശ്ശൂരിൽ വന്നാൽ തൃശ്ശൂർ രക്ഷപ്പെടുമോ? പലര് ഒറ്റുനോക്കുന്ന കാര്യമാണ് ഇത്. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ MP ആയി വരികയാണെങ്കിൽ തൃശ്ശൂരിന് ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല ആക്ച്വലി, ബിക്കോസ് ഐ ഡോണ്ട് ഫോളോ പൊളിറ്റിക്സ്. എനിക്കും അറിയില്ല. പുള്ളി നല്ല മനുഷ്യനാണെന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല. നമുക്ക് മനസ്സിലാവുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഹിസ് ഡൂയിങ് മെനി സോഷ്യൽ സർവീസസ്, അങ്ങനെ കുറെ ന്യൂസും എല്ലാം കാണാറുണ്ടല്ലോ. അപ്പൊ ആ പുള്ളി എന്നൊരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയിലത്തെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നാറ്? നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഹീസ് ഡൂയിങ് ഹിസ് ചാരിറ്റി, ദാറ്റ്സ് ഗുഡ്. ബട്ട് MP ആയിട്ട് വന്നാൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? അത് വന്നാലും നമുക്കറിയാം. രക്ഷപ്പെടുന്നുണ്ടെന്നാ തോന്നണത്. ഇപ്പൊ ത്രികോണ മത്സരമല്ലേ അവിടെ, അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാ, രാഷ്ട്രീയ പാർട്ടിനെ എല്ലാത്തിനെയും ജനം വെറുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇനിയിപ്പോ ഒരു മാറ്റം വന്നാൽ പുതിയൊരു മാറ്റത്തിനാണ് ആൾക്കാർ കാത്തിരിക്കണേ. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടിരിക്കും. നല്ലൊരു മാറ്റം തന്നെ തൃശ്ശൂരിന് പിന്നെ എന്തായാലും കേരളത്തിലൊരു മാറ്റം ആവശ്യമാണ്. പിന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടി മാറി മാറി നമ്മളെ ജനത്തിനെ ഭരിച്ചു മുടിക്കുകയാണ്. അപ്പൊ നല്ലൊരു മാറ്റം, ഒരു മാറ്റം ആവശ്യമാണ്. അതാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. അറിയില്ല പൊളിറ്റിക്കലി അങ്ങനെ നോക്കല്ലാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ കുറെ സർവീസസ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ആ ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നു തോന്നുന്നുണ്ടോ? വരുമായിരിക്കാം. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റാത്ത അല്ല, ഒരു മീഡിയം, അത് ഒരു സാഹിത്യ ജില്ലയല്ലേ. പുള്ളി സിനിമാ ഫീൽഡിലല്ലേ കൂടുതലും. എന്നാലും പുള്ളി നന്നായിട്ട് സോഷ്യൽ സർവീസിലും ഇടപെടുന്ന ആളാ. പിന്നെ തൃശ്ശൂര് വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാ. അപ്പൊ അങ്ങനെ ഒരാള് തൃശ്ശൂര് അത്രയും ആഗ്രഹിച്ചിട്ട് ഇലക്ഷന് നിന്ന് ജയിക്കുന്ന ഒരാള് തൃശ്ശൂരിൽ വന്നു. അങ്ങനെ ആവുമ്പോ തൃശ്ശൂർ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് തൃശ്ശൂരിൽ മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് മാറ്റം പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും അദ്ദേഹം വന്നാൽ നല്ലതാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തി നോക്കുമ്പോൾ എങ്ങനെയാണ്? നല്ലൊരു ലീഡർ ആയിരിക്കും തോന്നിയിട്ടുണ്ട്. നല്ല ലീഡറാണ്, പക്ഷേ അദ്ദേഹം കുറെ കൂടെ വർക്ക് ചെയ്യാനുണ്ട്, ഏറെ വർക്ക് ചെയ്യാനുണ്ട്. അതെ, ഓക്കെ, ഓൾറെഡി ആണ്, എങ്കിലും ഏറെ പോകാനുണ്ട്. നമ്മള് പാർട്ടി നോക്കാതെ ഏതാളാണോ നിൽക്കുന്ന ആ ആളെ നോക്കി ചെയ്യുക. നല്ല മാറ്റം വരും. തൃശ്ശൂർ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ ആർക്കാണെങ്കിലും കുറെ നെഗറ്റീവ് നെയിംസും വരുന്നുണ്ട്, പാർട്ടിയുടെ പേരിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും. അപ്പൊ അങ്ങനെ ഒന്നും നോക്കാണ്ട് ആള് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ തൃശ്ശൂർ വേറെ ലെവലാവുമെന്ന് തോന്നുന്നു. വ്യക്തിയെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്? പൊളിറ്റിക്കലായിട്ട് പുള്ളി എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, അതിൽ അഭിപ്രായം പറയാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടും എനിക്കതിൽ കൂടുതൽ അഭിപ്രായമില്ല. രക്ഷപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ. കാര്യം എനിക്ക് പൊളിറ്റിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിനെ പറ്റി എനിക്കറിയാം, ഞാൻ ട്രിവാൻഡ്രംകാരൻ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റും. ന്യൂസിൽ കാണുന്ന എല്ലാ കാര്യം നമുക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവിടുത്തെ ആളായിരിക്കണം, അല്ലാത്ത വെറിയിൽ പോകുന്ന ഒരാളത്ത് ചോദിച്ചു ട്രിവാൻഡ്രത്തെ എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു. തൃശ്ശൂർ എനിക്ക് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്, അതിനെപ്പറ്റി എനിക്കറിയാം. BJP അല്ലേ സുരേഷ് ഗോപി? എന്തായാലും ഈ പറഞ്ഞ മാതിരി നമുക്ക് UDF-നോടാണ് കൂടുതൽ ഇത്. കാരണം ഇവിടുത്തെ ഇതിൽ LDF UDF തമ്മിലുള്ളതാണ് കേരളത്തിലുള്ള ഏറ്റവും മികച്ചു നിൽക്കുന്ന രണ്ട് കക്ഷി പാർട്ടികൾ. അതിൽ LDF-ന് ഇപ്പോൾ ജനങ്ങൾക്ക് പൊതുവെ അറിയാം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഭരണം നടന്നുകൊണ്ടിരിക്കണേ എന്നുള്ളത്. എല്ലാവർക്കും നല്ല അവസ്ഥ അല്ലേ, അങ്ങനെ തന്നെ പറയണം. അതായത് ദാരിദ്ര്യമായിട്ടുള്ള നല്ല അവസ്ഥ. അതിൽ നിന്നൊന്ന് നമുക്ക് ഒരു പിക്കപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അടുത്തതിൽ പക്ഷെ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി എന്ന നില, പാർട്ടി അല്ലാണ്ട് വ്യക്തി എന്ന നിലയിൽ വന്നു കഴിഞ്ഞാല് നോക്കിക്കഴിഞ്ഞാല് ഒരിക്കലും ഇല്ല. നമുക്ക് വ്യക്തികളിലേക്കല്ല, വ്യക്തിത്വം ശരിയായിരിക്കാം. ഇപ്പൊ സുരേഷ് ഗോപിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരു വ്യക്തിത്വത്തിന് മാത്രം നോക്കിയിട്ട് നമ്മൾ വോട്ട് ചെയ്യണതല്ല പാർലമെന്റ് ഇലക്ഷൻ അല്ലേ? മനസ്സിലായി. അതെ,
അതായത് നമുക്ക് നമ്മളുടെ കേരളത്തിലുള്ള ജനങ്ങൾ, അതായത് പൊതുവെ ഇന്ത്യയിലുള്ള ജനങ്ങൾ എങ്ങനെ ആ ഒരു പിക്കപ്പിലേക്ക് ആവാൻ പറ്റും, അതായത് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി നല്ലൊരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കണമല്ലോ. നമ്മുടെ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻസ്, അതായത് യുവതലമുറകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, തൊഴിലില്ലായ്മ, അങ്ങനെ അവരിൽ നിന്നൊക്കെ അവർക്കൊരു പ്രചോദനം. കാരണം ഇന്നത്തെ തലമുറകൾ ഒരു 25 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ നിലയിൽ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരു 25 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള അവസ്ഥ അതായത് ദാരിദ്ര്യാവസ്ഥയിൽ കൂടി നീങ്ങുന്ന മക്കളെ നമ്മളെങ്ങനെ നല്ല രീതിയിലാക്കി എടുക്കാൻ പറ്റും? അതായത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ആരോഗ്യാവസ്ഥയാണ് മക്കൾക്ക് പിന്നീട് ന്യൂ ജനറേഷൻ, അതായത് ഒരു 18-20 ഏജിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ അവർക്ക് നമുക്ക് ഭക്ഷണത്തിന് പോലും ആകിയില്ലെങ്കിൽ, കൊടുക്കാൻ ആകിയില്ലെങ്കിൽ, ഒരു ഇപ്പോൾ സ്കൂളിലാവട്ടെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ചാൽ നമ്മൾ ടോട്ടലി നോക്കണ്ട, ചെറിയ ഈ ഒരു കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെ നിലനിന്നുകൊണ്ട് പോകണേ. അതായത് ഉച്ചഭക്ഷണത്തിനുള്ള ക്യാഷ് പോലും സ്കൂളിലില്ല. SSLC എക്സാം എഴുതാനായിട്ടുള്ള ഒരു 10 രൂപ പോലും ഗവൺമെൻറ്റിനില്ല. അത്രയും ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ മുക്തി നേടാം എന്നാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസ് പൊതുവെ ആലോചിക്കുന്നത്. അതിപ്പോ സുരേഷ് ഗോപി കുറച്ചുകാലം MP ആയിരുന്നല്ലോ അല്ലേ? എന്നാലും അല്ല തെരഞ്ഞെടുത്ത അങ്ങനെ ഇവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആള് ഓൾറെഡി ഒരു MP ആയിട്ടുണ്ട്. ആ MP ആയ കാലയളവിൽ ആൾ എന്തെങ്കിലും തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത്തവണ വ്യത്യാസം ഉണ്ടല്ലോ. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു, അങ്ങനത്തെ രീതിയിലാണല്ലോ വരാൻ പോകുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന എല്ലാം നല്ല ചോയ്സ് ആണ്, യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ പല ആളുകളും ജയിച്ചു പോകുന്നുണ്ട്, അതിന്റെ റിസൾട്ട് നമ്മുടെ നാടിന് കാണുന്നില്ല. ഇവർ ഇലക്ഷന് വേണ്ടിയിട്ട് പറയുന്ന പല വാഗ്ദാനങ്ങളും നടപ്പാക്കാറില്ല. ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് ഇവർ അധികാരത്തിൽ വരികയും പിന്നെ ജനങ്ങൾ തിരിഞ്ഞു നോക്കാതെ ആവുകയും മണ്ഡലത്തിലായിട്ട് തിരിച്ചു വരികയും മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളം ഇന്ന് എവിടെ എത്തിയാണ്? അത് ഒരു സുരേഷ് ഗോപിനെ മാത്രമേ പോലല്ല. അല്ല, എന്നാലും ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും നമുക്ക് കുറെ സോഷ്യൽ സർവീസ് എന്താ വെച്ചാല് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിൽ താമര വിരിയണം, എവിടെയും വിരിഞ്ഞിട്ടില്ല. ഇനി സുരേഷ് ഗോപി ഏതൊരു കാരണവശാൽ ജയിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ BJPക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം വികസനം അവിടെ കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഭാവി കണ്ടുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാലും സുരേഷ് ഗോപി എന്ന വ്യക്തി വന്നതിന് ശേഷം ഒരു മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? കാരണം ആളാണെങ്കിലും ഭയങ്കരമായിട്ട് സോഷ്യൽ സർവീസിലും എല്ലാത്തിലും ഇൻവോൾവ് ആവുന്ന ഒരു ആളാണ്. ഈ ഇടയ്ക്ക് നമുക്ക് സുരേഷ് ഗോപിക്ക് എതിരായിട്ടുള്ള സാധനങ്ങളെ കാണുന്നത്, എനിക്കൊരു കോമാളിയെ പോലെ കാണുന്നത്. പലപ്പോഴും പല വീഡിയോസുകൾ കാണുമ്പോഴും സുരേഷ് ഗോപിയുടെ പല പ്രതികരണവും അങ്ങനെ ആയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ആരെയും കോമാളിയാക്കുന്നോ നമുക്കറിയില്ല, പക്ഷെ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതും ഒരു ഇലക്ഷനെ ബന്ധപ്പെട്ടിട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ആണല്ലോ, ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷെ തൃശ്ശൂരിൽ ഞാൻ ഇതുപോലെ പബ്ലിക് ഒപ്പീനിയനൊക്കെ എടുക്കാൻ പോയ സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞേക്കുന്നത് സുനിൽകുമാറിന്റെ പേരാണ്. സുനിൽകുമാർ അവിടെ ഒരുപാട് അവർ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്നത് സുനിൽകുമാറിനെയാണ്. സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു ടൗണിൽ ഉള്ള ആളുകൾ മാത്രമേ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിൽ നാട്ടിലിറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനമൊക്കെ താഴെ തട്ടിലിറങ്ങിക്കൊണ്ടുവരെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രം കാണാം. പക്ഷെ അദ്ദേഹം വന്ന് വരികയാണെങ്കിൽ തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം അദ്ദേഹം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അദ്ദേഹം വിജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല, നല്ല നേതാക്കന്മാരാണ് നമുക്ക് വേണ്ടത്. അത് പാർട്ടിക്ക് അതീതമായിട്ട് വോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാവണം. അത് ഫ്യൂച്ചറിൽ ഉണ്ടാവും. ആ മാറ്റങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർക്കാണെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് സീറ്റിൽ നിൽക്കുന്ന ഏതൊരാൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നു. അത് ഏകദേശം ഇപ്പോൾ കുറച്ച് മാറിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നാടിനും നമുക്കും വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവിന് വോട്ട് കൊടുക്കുക, ജയിപ്പിക്കുക. അല്ലാതെ പാർട്ടി BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ MP ആയിട്ട് വന്നതിന് തൃശ്ശൂർ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. അതിനിപ്പോ തൃശ്ശൂരിന് ഇപ്പൊ എന്താ കുഴപ്പം? എന്നാലും ഇപ്പോഴതിനേക്കാളും ഇനി സുരേഷ് ഗോപി MP ആയി വന്നാൽ ഡെവലപ്മെന്റ് വരുമെന്ന് തോന്നുന്നു. ഡെവലപ്മെന്റ് എന്തായാലും വരുമായിരിക്കുമല്ലോ. കാരണം BJPക്ക് ഇന്നേ വരെ ഒരു MP-യോ MLA-യോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ മാക്സിമം വികസനം കൊണ്ടുവരാൻ നോക്കും. എങ്കിലാണല്ലോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പിന്നീട് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും ഭാവിയിൽ വരുന്ന ഇലക്ഷൻ, ഇപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ MLA ഇലക്ഷൻ വരുന്നുണ്ട്, നല്ല രീതിയിൽ സീറ്റ് പിടിക്കാനും ജയിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നല്ല ഇലക്ഷൻ. പിന്നെ ഇപ്പോൾ മെട്രോ തൃശ്ശൂർ വരെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും കൊണ്ടുവരും. സുരേഷ് ഗോപി ആണെങ്കിൽ ഇപ്പൊ
ഇലക്ഷന് മുന്നേ തന്നെ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പിന്നെ ആ സ്വർണം കൊടുത്തതിന്റെ ആ ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ സുരേഷ് ഗോപി കൊടുക്കുന്ന വാഗ്ദാനങ്ങളും ഈ ജയിച്ചതിനാൽ ചെയ്യുമെന്ന് ഒരു ഡൗട്ട്ഫുൾ ആവില്ല ആൾക്കാർക്ക് ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരുമ്പോൾ, അപ്പൊ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അല്ല ഇപ്പൊ ഈ പറയുന്ന കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാത്തതിൽ ചെയ്ത ആരാണുള്ളത്? ഇലക്ഷന് നിൽക്കാൻ നേരത്ത് കുറെ കാര്യങ്ങൾ പറയും. ഇപ്പൊ നമ്മള് പറയും, നമുക്ക് അറിയില്ലല്ലോ, കയറി കഴിയുമ്പോഴാണ് മനസ്സിലാവണത് ഇത് ബെസ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ ആ ഒരു സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ മെട്രോ കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ പുള്ളി കയറി കഴിയുമ്പോൾ അപ്പോഴായിരിക്കും പുള്ളിക്ക് മനസ്സിലാവണത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് ഇതേപോലെ വാഗ്ദാനങ്ങൾ കൊടുക്കാനാണ് പറ്റുള്ളൂ. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എത്ര വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഇതുവരെ മാറിയിട്ടുണ്ടോ? അതും പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ ഈ സുരേഷ് ഗോപി ഓൾറെഡി ഒരു വട്ടം MP ആയ ഒരാളാണ്. MP ആയത് നരേന്ദ്രമോദി ആക്കിയതല്ലേ, അല്ലാണ്ട് ഇലക്ഷനിൽ നിന്നിട്ട് ആയതൊന്നുമല്ലല്ലോ. എന്നാലും അപ്പോഴും ഒന്നും അത് വേണ്ട വിധത്തിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിപ്പോ നമുക്കറിയില്ലല്ലോ എവിടെയായിരുന്നു അത്, ചെയ്തില്ലെന്ന് നമുക്കറിയില്ല. ഇപ്പൊ പുള്ളി MP അല്ലെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നതല്ലേ വീഡിയോസൊക്കെ. ഇപ്പൊ എത്രയോ ആക്ടീവ്സ് പറഞ്ഞിട്ടുണ്ട് പുള്ളി ചെയ്തതിന്റെ പകുതി ഒരു 1% അല്ലെങ്കിൽ 10% നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുള്ളൂ എന്ന്. അപ്പൊ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇതെല്ലാം വിളിച്ചറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ MP കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും തൃശ്ശൂർ നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നണേ.